ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു മിനിമം 10 lakhs ഒരു കവറേജെങ്കിലും എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു ന്യൂമോണിയോ അല്ലെങ്കിൽ ഡെങ്കു ഫീവറോ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 2 to 3 ലക്ഷം വരെ ട്രീറ്റ്മെന്റ് ചാർജസ് വന്നേക്കാം. 2, നിങ്ങൾ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ കോപ്പേ എന്ന് പറയുന്നത് 0% ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ 20% കോപ്പേ ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് 10 lakhs ബില്ലാണ് നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്നെങ്കിൽ നമ്മൾ 2 lakhs പേയ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. 3, നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ക്യാഷ്ലെസ് പേയ്മെന്റിന്റേതായിരിക്കണം. കാരണം ഈ റീഇംബേഴ്സ്മെന്റ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് എത്ര ബില്ല് വരുന്നോ അത് മുഴുവൻ നമ്മൾ അടച്ചിട്ട് ഈ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. 4, നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസിന് റൂം റെന്റ് ലിമിറ്റ് ഇല്ലാത്തതായിരിക്കണം. കാരണം നിങ്ങളുടെ ഇൻഷുറൻസ് പ്ലാനിന്റെ റൂം റെന്റ് ലിമിറ്റ് ഇപ്പൊ 5,000 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഒരു റൂം ഒരു 10,000 ആണെങ്കിൽ നിങ്ങൾ ഈ 5,000 എക്സ്ട്രാ ചാർജ് മാത്രമല്ല നിങ്ങളുടെ ടോട്ടൽ ട്രീറ്റ്മെന്റിന്റെ 50% വരെ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വന്നേക്കാം. 5, നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് പ്ലാനിൽ കൺസ്യൂമബിൾസ് ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സിറിഞ്ചസ്, ഗ്ലൗസ്, PP കിറ്റ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതിൽ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആയ ഡെന്റൽ ഇൻഷുറൻസിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ.